وإذا حضر القسمة أولو القربى واليتامى والمساكين فارزقوهم منه وقولوا لهم قولا معروفا وإذا حضر القسمة അനന്തരാവകാശം വീതിക്കുന്ന സമയത്ത് ഹാജരായാൽ ഉലുൽ ഖുർബ അകന്ന ബന്ധുക്കൾ ഹാജരായാൽ വൽ യതാമ അനാഥരും ഹാജരായാൽ വൽ മസാകീൻ പട്ടിണി പാവങ്ങളും ഹാജരായാൽ ഫർസുഖൂഹും മിൻ നിങ്ങൾ അതിൽ നിന്നും അവർക്ക് അല്പം കൊടുക്കേണ്ടതാണ് വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ നിങ്ങൾ അവരോട് നല്ല വാചകങ്ങൾ പറയുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിൻ്റെ മധ്യമ സംസ്കാരം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു, ആരെങ്കിലും സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് പോയാൽ അവരുടെ സമ്പത്ത് പടച്ചവൻ പറഞ്ഞു തന്നതുപോലെ വീതിക്കേണ്ടതാണ്. അത് നിർബന്ധമാണ്. അതിനുവേണ്ടി മയ്യിത്ത് മരിച്ചു 3-ാമത്തെ ദിവസം ആളുകൾ ഒരുമിച്ച് കൂടും. ചിലപ്പോൾ 10 ഒരുമിച്ച് കൂടും, ചിലപ്പോൾ 40 ഒരുമിച്ച് കൂടും. പഴയ കാലഘട്ടത്തിൽ അതിനുവേണ്ടിയാണ് കൂടിയിരുന്നത്. പക്ഷേ സമുദായം യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മാറി അന്ന് കുറേ പൈസ എടുക്കും, എന്നിട്ട് കുറേ അരിയെടുത്ത് വലത്തോട്ട് വലിച്ചെറിയും, കുറേ ചോറുണ്ടാക്കി ഇടത്തോട്ട് വിളമ്പും, ഭയങ്കരമായ ആൾക്കൂട്ടവും ബഹളവും വലിയ സദ്യയും തിന്നലും തീറ്റിക്കലുമായിട്ട് നടക്കും. മുൻഗാമികൾ ചെയ്തിരുന്നത് 3 ഒരുമിച്ച് കൂടും, ഏതെങ്കിലും പണ്ഡിതനെ അധ്യക്ഷനായിട്ട് ഇരുത്തും, എന്നിട്ട് വാപ്പയുടെ സമ്പത്ത് മുഴുവനും എടുക്കും, പറയും, അത് ഓഹരി ചെയ്യും. അതിന് തൃപ്തിപ്പെടും. അള്ളാഹു അതിന് വലിയ ഐശ്വര്യവും നൽകും. 3 പറ്റിയില്ല, 10-നും 11-നും ഒരുമിച്ച് കൂടും, പറ്റിയില്ല 40-ന് ഒരുമിച്ച് കൂടും. പണ്ഡിതരോട് ചോദിച്ച് അവരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും. അള്ളാഹു പറയുന്നു, അങ്ങനെ നിങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ. നിങ്ങൾ അനന്തര സ്വത്ത് വീതിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അകന്ന കുറെ ബന്ധുക്കൾ വരികയുണ്ടായി. ഹാജിയാർ മരണപ്പെട്ടു, എൻ്റെ ഭാര്യ രോഗിയാണ്, എൻ്റെ കുടുംബത്തിന് ആവശ്യമുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് അനന്തര സ്വത്തിൽ നിന്നും മക്കൾ പൊരുത്തപ്പെട്ട് എനിക്ക് അല്പം തരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് അകന്ന ബന്ധുക്കൾ വന്നു. അടുത്ത ബന്ധുക്കൾക്ക് അവകാശമുണ്ട്, അവകാശമില്ലാത്ത അകന്ന ബന്ധുക്കൾ വന്നു. വൽ യതാമാ വൽ മസാകീൻ, അനാഥരും പട്ടിണി പാവങ്ങളും വന്നു. അവരെ വിളിച്ചിട്ട് വന്നതല്ല, ആളുകളെ വിളിച്ചു കൂട്ടേണ്ടതല്ല, മറിച്ച് അവർ വന്നു. ഹാജിയാർ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന സഹോദരി ഈ ലോകത്ത് നിന്ന് യാത്രയായി, പടച്ചവൻ അവർക്ക് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ ഹാജരായാൽ ഫർസുഖൂഹും മിൻ, നിങ്ങൾ അതിൽ നിന്നും അവർക്ക് അല്പം കൊടുക്കേണ്ടതാണ്. ഇസ്ലാം വെറും നിയമങ്ങളുടെ മാത്രം കൂടാരമല്ല, സൽസ്വഭാവത്തിൻ്റെയും മാന്യതയുടെയും ഒരു തീരം കൂടിയാണ്. അള്ളാഹു ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം നിയമങ്ങളിൽ കണിശത പുലർത്തുന്നതിനോടൊപ്പം സ്വഭാവങ്ങളിലും വിശാലത കാട്ടണം. നല്ല നിലയിൽ നമസ്കരിക്കണം. അതിന് കണ്ടവരൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി ചവിട്ടി തേച്ച് മുമ്പിലോട്ട് വന്ന് നിൽക്കൽ പാടില്ല. മാനവും മര്യാദയും കാണിക്കൽ മസ്ജിദിലേക്ക് വരുമ്പോൾ.
റമദാൻ മാസത്തിൽ ധാരാളം ആളുകൾ വഴക്കുണ്ടാക്കും. ചില വാപ്പാമാർ രോഗത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ അനാരോഗ്യപരമായിട്ട് വഴക്കുണ്ടാക്കും, അത് വേറെ വിഷയം. ചിലർ ആവശ്യമില്ലാത്ത ഭക്തിയുടെ പേരിൽ വഴക്കുണ്ടാക്കും, ഭയങ്കര കടുപ്പം. നിങ്ങൾ നന്മ പ്രവർത്തിക്കും, മാനവും മര്യാദയുമായി പ്രവർത്തിക്കും. അനന്തര സ്വത്ത് വീതിക്കണം. ഈ സമയത്ത് വാതിലുകളൊക്കെ അങ്ങോട്ട് അടയ്ക്കും, ആരെയും ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല. ഒരു പോലീസിനെ പിടിച്ച് ഫ്രണ്ട് നിർത്ത് മാറി അവരെ രാത്രി അടിച്ച് ഓടിക്കണം, എന്നിട്ട് ഭയങ്കരം. ഇല്ല, അങ്ങനെയില്ല. നിങ്ങൾ ഇരിക്കുന്ന ഒരു ആലിമിൻ്റെ അധ്യക്ഷതയിൽ ഈ സമയത്ത് കുറച്ച് പാവത്തങ്ങൾ വന്നു, കുടുംബത്തിലകന്നവർ. എൻ്റെ വാപ്പായിക്ക് അവരുമായി നല്ല ബന്ധമായിരുന്നു, അല്ലെങ്കിൽ അനാഥർ വന്നു, പട്ടിണി പാവങ്ങൾ വന്നു. എൻ്റെ ഉമ്മ ആ സാധുക്കളെ സഹായിക്കുമായിരുന്നു. നിങ്ങളുടെ അനന്തര സ്വത്തിൽ നിന്നും അല്പം അവർക്ക് കൊടുക്കണം. പക്ഷേ ഇതിനെപ്പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെടുന്നവർ മരിക്കുന്നതിന് മുമ്പായിട്ട് വസിയ്യത്ത് ചെയ്യണം. ഞാൻ മരണപ്പെടും, എൻ്റെ സമ്പത്തിന് 1/3 അതിൽ കൂടാൻ പാടില്ല, 1/3 കുറവാണ് വേണ്ടത്. സഅദ് റളിയല്ലാഹു തആല അൻഹു രോഗിയായി കടന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പോയി. രോഗികൾ ആവശ്യമായ മസ്അല ചോദിക്കണം കാണാൻ വരുന്നവരോട്, പണ്ഡിതന്മാരോട്. അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് പടച്ചവൻ ഒരു മോളെ മാത്രമേ തന്നിട്ടുള്ളൂ, അള്ളാഹു ധാരാളം സമ്പത്തും തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ സമ്പത്തിൽ കുറച്ച് മോക്ക് കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം വസിയ്യത്ത് ചെയ്യട്ടെ. പറ്റില്ല, കൊടുക്കാൻ പറ്റത്തില്ല. എന്ന് ഞാൻ പകുതി മകൾക്ക് കൊടുത്ത് പകുതി ഞാൻ വസിയ്യത്ത് ചെയ്യട്ടെ. ആദരവായ റസൂൽ, പറ്റില്ല, കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ 1/3 കൊടുത്ത് 1/3 ഞാൻ വസിയ്യത്ത് ചെയ്ത് ബാക്കിയുള്ളതെല്ലാം അനന്തരാവകാശികൾക്ക് കൊടുക്കട്ടെ. വസ്സുലുസു കസീർ, 1/3 നീ വസിയ്യത്ത് ചെയ്തുകൊള്ളിൻ. ആ 1/3 തന്നെ വളരെ കൂടുതലാണ്. ഇന്നക അന്തദറ വറസതക അഗ്നിയാ, നീ നിന്റെ മക്കളെ, കുടുംബക്കാരെ സമ്പന്നരാക്കി വിട്ടിട്ട് പോകുന്നത് അവർ ജനങ്ങളുടെ മുന്നിൽ കൈ നീട്ടി നടക്കുന്നതായ അവസ്ഥയെക്കാളും വളരെ ഉത്തമമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണപ്പെടുന്നവർ വസിയ്യത്ത് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ്. ഇന്ന് മറന്നുപോയി. എൻ്റെ സമ്പത്തിൻ്റെ ഇത്രയും ഭാഗം, അല്ലെങ്കിൽ ഇത്ര രൂപ, ഇത് ഇന്ന മസ്ജിദിന്, ഇന്ന മദ്രസയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത ബന്ധുക്കൾക്ക്, എൻ്റെ ആത്മസുഹൃത്തുക്കൾക്ക് നിങ്ങൾ വിതരണം ചെയ്യണം. അങ്ങനെ വസിയ്യത്ത് ചെയ്തെങ്കിൽ ഫർസുഖൂഹും മിൻ, നിങ്ങൾ അതിൽ നിന്നും അവർക്കെടുത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞ നിയമങ്ങളൊന്നും മറക്കരുത്. പടച്ചവൻ ഞങ്ങൾക്ക് തന്നതാണ്, അതിൽ നിന്ന് എങ്ങനെ എടുത്തു കൊടുക്കും? ഇല്ല, 3/3 വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സാധുക്കളായ ആളുകൾക്ക് കൊടുക്കണം. 2, അങ്ങനെ വാപ്പ വസിയ്യത്ത് ചെയ്തിട്ടില്ല. പക്ഷേ മക്കൾ ചിന്തിക്കണം. ഒരു ഭാഗത്ത് വാപ്പായിക്ക് ഈ നിയമം അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ വാപ്പ പെട്ടെന്നാണ് മരണപ്പെട്ടത്, വസിയ്യത്ത് ചെയ്യാൻ സാധിച്ചില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ ദീനിൻ്റെ മാർഗത്തിൽ യാത്രയിലായിരുന്നു, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, ഞാൻ ആ ഉമ്മായിക്ക് ഗുണം കിട്ടുന്നത് വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, നീ ഒരു ഉമ്മായിക്ക് ഒരു കിണർ കുഴിക്കൻ, എന്നിട്ട് അതിൻ്റെ കൂലി ഉമ്മായിക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറയും. ഒരു കിണർ കുഴിച്ചു, എന്നിട്ട് മഹാനവറുകൾ ഇത് സഅദിൻ്റെ ഉമ്മായിക്ക് കൊടുക്കുന്നു എന്ന് മഹാനവറുകൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ട്, ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് വസിയ്യത്ത് ചെയ്യാൻ സാധിക്കാതിരുന്നത് കൊണ്ട് അവർ പറഞ്ഞു കാണുകയും, ഈ സമയത്ത് അനന്തരാവകാശികൾ എല്ലാവരും ഒരുമിച്ചുകൂടി പരിപൂർണ തൃപ്തിയോടെ ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കാൻ തീരുമാനിക്കണം, എന്നിട്ട് അവർക്ക് കൊടുക്കണം. ഇവിടെ മനസ്സിലാക്കി, ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന 3-ന്റെയും 10-ന്റെയും 40-ന്റെയും ഷാപ്പാടുകൾ എല്ലാവരുടെയും അനുവാദം ഇല്ലാതെയാണ് കൊടുക്കുന്നതെങ്കിൽ അനാചാരം മാത്രമല്ല, ഹറാമാണ്. കഴിക്കലും ഹറാമാണ്, കഴിപ്പിക്കലും ഹറാമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനുവദനീയമായ ധാരാളം സമ്പത്ത് കഴിക്കാൻ അള്ളാഹു വെച്ചിരിക്കുന്നു, പോയി കഴിക്കാൻ നോക്കി.
വല്ലവരുടെയും അനന്തര സ്വത്ത് അവരുടെ ബന്ധുക്കൾക്ക് ഉദാഹരണം പറയുന്നു. എനിക്ക് 4 പെൺമക്കളുണ്ട്. അള്ളാഹു എല്ലാവരെയും സമ്പന്നരാക്കുമാറാകട്ടെ. അതിൽ ഒരു പെണ്ണ് പ്രായപൂർത്തിയായിട്ടില്ല. എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ആ പെണ്ണ് സമ്മതിച്ചു, എൻ്റെ പൈസ കൊടുത്തുകൊള്ളിൻ. ആ സമ്മതമല്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു മോള് സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ്. മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, എല്ലാവരുടെയും ഓഹരിയിൽ നിന്ന് 10,000 വീതം ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ആ പെണ്ണിൻ്റെ മനസ്സ് തേങ്ങി, എനിക്ക് ആ 10,000-ൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് മനസ്സില്ല, മനസ്സോടെ അവർ സമ്മതിച്ചു. ഈ സമ്മതവും സാധുവല്ല. ദീനിനെ പഠിക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടെ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് പൈസ കൊടുക്കും. وَقُولُوا لَهُمْ قَوْلًا مَعْرُوفًا. അതുകൊണ്ട് ആ സമ്പത്തിൽ നിന്നും കുറച്ച് നിങ്ങൾ അകന്ന ബന്ധുക്കൾക്കും അനാഥർക്കും പട്ടിണി പാവങ്ങൾക്കും മദ്രസയ്ക്കും ഉലമാക്കൾക്കും കൊടുത്തുകൊണ്ട് ആ നല്ലവരുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഏറ്റുവാങ്ങി. വാപ്പ ഖബറിന്റെ ഇരുളിലേക്ക് പോയിരിക്കുന്നു, ഉമ്മ ഖബറിന്റെ ഇരുളിലേക്ക് പോയിരിക്കുന്നു. അവർക്ക് ഇനി നമസ്കരിക്കാനോ ദിക്റും ദുആയും ചെയ്യാനോ സാധിക്കുന്നതല്ല. അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ നല്ല വഴിയിൽ ചെലവഴിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കിണർ കുഴിച്ചു കൊടുക്കിൻ, ഒരു മദ്രസയുടെ മുറി കെട്ടിക്കൊടുക്കിൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് പൂട്ടിയിട്ടിരിക്കുന്ന സമുദായം പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു മുറിയുടെ സമ്പത്ത് ഏതെങ്കിലും മദ്രസയ്ക്ക് കൊടുത്താൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 15 അതിഥികൾ അവിടെ സന്തോഷത്തിൽ കിടന്നുറങ്ങും. നമ്മുടെ പല വീടുകളിലും പല്ലികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബാത്റൂമിൻ്റെ പൈസ ഏതെങ്കിലും മസ്ജിദിന് മദ്രസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ ദാസന്മാര് അല്ലെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികൾ മലമൂത്ര വിസർജനം നടത്തും. അതിന് ഉന്നത പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. മറ്റുള്ളവരുടെ ദുആ നിങ്ങൾ ഏറ്റുവാങ്ങൻ. ഫർസുഖൂഹും മിൻ വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. അവരോട് നിങ്ങൾ നല്ല വാചകം പറയുകയും ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന സമയത്ത് എന്നെപ്പോലുള്ള ആർത്തി പണ്ടാരങ്ങൾ ചിലപ്പോൾ കൂടുതൽ ചോദിക്കും. പാപ്പ മരിച്ചതിൽ ഒരു 10 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നേര്, ഉമ്മ മരിച്ചതിൽ ഒരു 20 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നേര്, വാപ്പ ഞങ്ങൾക്ക് തരുമായിരുന്നല്ലോ. അവരോട് നല്ല വാക്ക് പറയും. ഉസ്താദ് മാപ്പാക്കണം, ഈ സമ്പത്ത് അനന്തരാവകാശികളുടെ സമ്പത്താണ്, അവർക്ക് കൊടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ പറയും 3 ഒന്ന് അടിച്ച് പൊളിക്കണം, ഓച്ചറയെ മുഴുവനും പിടിച്ച് ആഹാരം കൊടുക്കണം, 40 ആലപ്പുഴയെ മുഴുവനും പിടിച്ച് ആഹാരം കൊടുക്കണം. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ. ഇല്ല, ഈ സമ്പത്തിന് വേറെ അവകാശികളുണ്ട്. ഈ സമ്പത്ത് അങ്ങനെയുള്ളത് എൻ്റെ പോക്കറ്റിൽ നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന പൈസ എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം 3000 രൂപയാണ് എടുക്കാനുള്ളത്. അത് ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചായയും ബിസ്ക്കറ്റൊക്കെ മേടിക്കാം. നിങ്ങൾ അവരോട് നല്ല വാക്ക് പറയും, വഴക്കുണ്ടാക്കരുത്. ഇസ്ലാം എത്ര മധ്യമമായ സുന്ദരമായ മാർഗമാണ് പറയുന്നത്. അള്ളാഹു പഠിക്കാനും പാലിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ.